നമസ്കാരം. വർഷം 1890. സെമേ നാഗന്മാർ എന്ന ആസാമിലെ ഒരു ഗോത്രം ഗുവാഹട്ടിയിൽ നിന്നും 330 കിലോമീറ്റർ തെക്ക് മാറി ബൊറോയി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിൽ താമസിക്കുവാൻ ആരംഭിച്ചു. അവർ താമസിച്ചു പോരവേ അവരൊരു ദിവസം രാത്രി ഇരുട്ടി വെളുത്തതിന് ശേഷം കാണുന്ന കാഴ്ച അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അത് മറ്റൊന്നുമല്ലായിരുന്നു, അവരുടെ ഗ്രാമം മുഴുവൻ പക്ഷികളുടെ ജഡം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. സ്വതവേ അന്ധവിശ്വാസികളായിരുന്ന ആ ഗോത്രം വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാത്രിയിൽ അവർ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് കാത്തിരുന്നു. രാത്രി ഏതാണ്ട് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. ആ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രനില്ലാത്ത കറുത്ത രാത്രിയാണ്. ആ രാത്രിയിൽ പക്ഷികൾ കൂട്ടത്തോടുകൂടി പറന്നു വരികയും അവിടെയുള്ള മരക്കമ്പുകളിലും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ഭിത്തിയിലും മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിളക്കുകളിലും മറ്റുമൊക്കെ വന്ന് ഇടിച്ച് പക്ഷികൾ അങ്ങനെ ചത്തു വീഴുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. ഇത് കണ്ട് വല്ലാതെ ഇവർ ഭയന്നുപോയി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നായിരുന്നു അവരുടെ ചിന്ത. മാത്രമല്ല, ഈ പക്ഷികളിൽ പലതും പല തരത്തിലുള്ള പക്ഷികളാണ് ഈ ഗ്രാമത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ഏതാണ്ട് ഈ ഗ്രാമത്തിലേക്ക് ആത്മഹത്യാ പ്രേരണയുമായി വരുന്ന പക്ഷികളെ പോലെയാണ് അവർക്ക് തോന്നിയത്. ആ വിധത്തിൽ ഈ ഗ്രാമം തിരഞ്ഞെടുത്ത് ഈ ഗ്രാമത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് പറന്നു വരുന്ന പക്ഷികളെ പോലെ അവർക്ക് തോന്നി. അതിൽ അവരെ ഏറെ കൗതുകം ജനിപ്പിച്ചതും ഭയപ്പെടുത്തിയതുമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചത്ത പക്ഷികളുടെ ജഡത്തിൽ പലതും ദേശാടന പക്ഷികളുടേതായിരുന്നു എന്നുള്ളതാണ്. ദേശാടന പക്ഷികൾ മൈലുകൾ സഞ്ചരിച്ചിട്ട് ഈ ഗ്രാമത്തിൽ ആത്മഹത്യ ചെയ്യാൻ വന്നതുപോലെയാണ് അവർക്ക് തോന്നിയത്. ഈ പ്രതിഭാസം ചന്ദ്രനില്ലാത്ത രാത്രികളിലാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് പേരുകേട്ട ഈ ഗോത്രവും പല കഥകളും ഇതിനെ സംബന്ധിച്ച് പറയാനായിട്ട് തുടങ്ങി. അതിലൊരു പ്രധാനപ്പെട്ട കഥയായിരുന്നു, ഈ ചത്തു വീഴുന്ന പക്ഷികളെന്ന് പറയുന്നത് ഈവിൽ സ്പിരിറ്റ്സ് ആണെന്നും ഇത് ദുർഭൂതങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇത് ഞങ്ങൾക്ക് നേരെയുള്ള ശാപമാണെന്നുമാണ് ഈ നാഗന്മാരെ കരുതിയത്. അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസം പതുക്കെ ആ ഗോത്രം മുഴുവനായിട്ടും ഈ ജത്തിങ്ക എന്ന് പറയുന്ന ഗ്രാമം വിട്ട് പലായനം ചെയ്യുന്നതിലേക്കാണ് അത് ചെന്ന് അവസാനിച്ചത്. 1900 ആയതോടുകൂടിയാണ് പുറം ലോകം ഈ പ്രതിഭാസത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. പ്രത്യേകിച്ച് പക്ഷിശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വിവരിക്കുവാൻ പ്രയാസമുള്ള, തലവേദന പിടിച്ച ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1905 കാലഘട്ടമായതോടുകൂടി മറ്റൊരു ഗോത്രം, ജയന്തിയ എന്ന മറ്റൊരു ഗോത്രം ഈ പ്രദേശത്തേക്ക്, ഈ ജത്തിങ്ക എന്ന പ്രദേശത്തേക്ക് പാർക്കുവാനായിട്ട് കടന്നു വന്നു. അവരങ്ങനെ അവിടെ അവരുടെ ജീവിതം അങ്ങനെ തുടരവേ ചന്ദ്രനില്ലാത്ത ഇരുണ്ട രാത്രികളിലെ ഈ നാഗന്മാർ കണ്ട അതേ സംഭവങ്ങൾ തന്നെ, അതായത് പക്ഷികളെ കൂട്ടത്തോടുകൂടി ചത്തു വീഴുന്ന ഈ കാഴ്ച. എന്നാൽ ഈ കാഴ്ച കണ്ടതിന് ശേഷം ഇവരതിനെക്കുറിച്ച് പറഞ്ഞ കഥ അത് വളരെ രസകരമായിരുന്നൊരു കഥയായിരുന്നു. അവർ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് ശാപമല്ല, പകരം ഇത് ഞങ്ങളുടെ മേലുള്ള അനുഗ്രഹമാണ്. ഞങ്ങളുടെ ദേവൻ ഞങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് ഈ പക്ഷികളെ തന്നിരിക്കുന്നു എന്നാണ് അവരതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അങ്ങനെ ഇത് കഴിയുന്ന സമയത്ത് ഈ പക്ഷികളുടെ ജഡം ഈ ഗ്രാമത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവരിതിനെയൊക്കെ ശേഖരിച്ചിട്ട് അവർ ആ പക്ഷികളുടെ മാംസം അങ്ങനെ ഭക്ഷണമാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പക്ഷി നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഭാസം അവർക്ക് വിശദീകരിക്കാൻ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. എന്തുകൊണ്ടാണ് ജത്തിങ്ക എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഈ പക്ഷികൾ അങ്ങനെ മരണത്തിനായിട്ട് കടന്നു വരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവരെ അലട്ടിയ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു, ഈ പ്രതിഭാസം സംഭവിക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ആ മാസങ്ങളിൽ ഇത് സംഭവിക്കുന്നത്? മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാസങ്ങളിൽ ചന്ദ്രനില്ലാത്ത രാത്രികളിലാണ് ഈ പ്രതിഭാസം നടക്കുന്നത്. ഏതാണ്ട് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ഇത് നടന്നിരുന്നത്. ഏതാണ്ട് 40ഓളം സ്പീഷ്യസാണ് ഈ സമയത്ത് മരണത്തിനായിട്ട് ഈ ജത്തിങ്ക എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക്, ആ പ്രദേശത്തിലേക്ക് അറന്നു വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികൾ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് ഇതിനെ വിശദീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പലരും ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടു. പക്ഷികളെ കാര്യമായിട്ട് ഈ പ്രതിഭാസത്തെ നിരീക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അവരിതിന് പല വ്യാഖ്യാനങ്ങളും ചമച്ചു. ചില ഗവേഷകരെ ഈ പ്രതിഭാസത്തെ വിശദീകരിച്ചത് ജത്തിങ്കയിൽ ആ സമയത്തെ പ്രത്യേകമായിരിക്കുന്ന കാലാവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ്. ആ സമയത്ത് ജത്തിങ്കയിൽ കാറ്റ് വീശുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലാണ്. ഈ സമയത്ത് ശക്തമായിരിക്കുന്ന മൂടൽമഞ്ഞും ചാറ്റൽ മഴയും ഉള്ളതുകൊണ്ട് തന്നെ പക്ഷികൾ ഒരു പ്രത്യേക ഭാഗത്തെ പ്രകാശ സ്രോതസ്സുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അതിൽ ചെന്നിടിച്ച് അങ്ങനെ
ചാകുകയും ചെയ്യുന്നു എന്നാണ് അതിനെ സംബന്ധിച്ച് അവർ വിശദീകരിച്ചത്. എന്നാൽ മറ്റു ചില പക്ഷിശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിശദീകരിച്ചത് പക്ഷികളുടെ നാവിഗേഷൻ സിസ്റ്റം മാഗ്നറ്റിക് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് പുള്ള് മൂലം തകരാറിലാകുകയും അതിൻ്റെ ഫലമായിട്ട് പക്ഷികൾ ഈ ഭിത്തികളിലും മറ്റുമൊക്കെ വന്നിടിച്ച് ചാകുന്നതിന് കാരണമായി തീരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു വിശദീകരണമായിരുന്നു ചന്ദ്രനില്ലാത്ത നക്ഷത്രങ്ങളില്ലാത്ത ഇരുണ്ട രാത്രിയിൽ പക്ഷികൾ മത്സ്യത്തൊഴിലാളികളുടെ ശക്തിയേറിയ പ്രകാശമുള്ള വിളക്കുകൾ ചന്ദ്രനാണെന്നും അതുപോലെ തന്നെ നക്ഷത്രങ്ങളാണെന്നും തെറ്റിദ്ധരിച്ച് വളരെ വേഗത്തിൽ പറന്നു വന്ന് അതിലിടിച്ച് മരണപ്പെടാനായിട്ട് കാരണമാകുന്നു എന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ അതിനെ വിശദീകരിച്ചത്. ഇതൊക്കെയാണ് ഗവേഷകരുടെ വിശദീകരണമെങ്കിൽ ആ പ്രദേശത്തും അതിനു ചുറ്റുമുള്ള ഗോത്രങ്ങൾക്കും പല കെട്ടുകഥകളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ടായിരുന്നു. ഏതായാലും നാഗന്മാർ പേടിച്ചോടിയതുപോലെ പേടിച്ചോടുവാനായിട്ട് ജയന്തിയ ഗോത്രക്കാർ തയ്യാറല്ലായിരുന്നു. അവരാ ചത്തുവീഴുന്ന പക്ഷികളുടെ മാംസം ഭക്ഷിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. വർഷത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തെ ആഘോഷിക്കാൻ തന്നെയാണ് ജയന്തിയ ഗോത്രക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശവാസികൾ ഇത് വല്ലാതെ അങ്ങ് ആഘോഷിക്കാനായിട്ട് തുടങ്ങി. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ പെട്രോമാക്സ് കത്തിക്കും. പെട്രോമാക്സ് കത്തിക്കുമ്പോഴേക്കും ഈ പ്രകാശത്തിലേക്ക് പക്ഷികൾ ആകർഷിക്കപ്പെടുന്ന സമയത്ത് ഇവരതിനെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ മാംസം ഭക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത് ആ വണ്ണം ആഘോഷിക്കാൻ തുടങ്ങിയതോടുകൂടി എന്നാൽ പിന്നീട് ഈ ഒരു ആഘോഷ രീതി അത് നിരുത്സാഹപ്പെടുത്തുകയും ഗ്രാമവാസികൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യാനുണ്ടായത്. എന്നാൽ പിന്നീട് ദിമ ഹസാവോ ഓട്ടോണമസ് കൗൺസിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് തുടങ്ങി. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഭാസം നേരിട്ട് നിരീക്ഷിക്കാനായിട്ടുള്ള അവസരം അവരൊരുക്കി. പക്ഷി നിരീക്ഷണം ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് ഈ പ്രതിഭാസം പക്ഷികൾ കൂട്ടത്തോടുകൂടി വന്ന് ആത്മഹത്യ ചെയ്യുന്ന ഈ പ്രതിഭാസം നേരിൽ കാണുവാനായിട്ടും അവിടെ വരുന്നവർക്ക് അവസരമൊരുക്കുകയുണ്ടായി. എന്നിരുന്നാലും ഈ പ്രതിഭാസത്തിൻ്റെ രഹസ്യം ഇന്നും ചുരുളഴിയാതെ നിലനിൽക്കുകയാണ്. പക്ഷി നിരീക്ഷകരുടെയും പക്ഷിശാസ്ത്രജ്ഞന്മാരുടെയും ഇടയിൽ ഈ പ്രതിഭാസത്തിന് പല ഭാഷ്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജത്തിങ്ക എന്ന് പറയുന്ന ഈ പ്രദേശവും അതിലെ പക്ഷികളുടെ ആത്മഹത്യയും ഇന്നും ഒരു തലവേദനയായിട്ട് പക്ഷി നിരീക്ഷകരുടെ മുമ്പിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജത്തിങ്ക എന്ന് പറയുന്ന ഗ്രാമം പക്ഷികളുടെ ബർമുഡ ട്രയാങ്കിളായിട്ട് പക്ഷികൾ കൂട്ടത്തോടുകൂടി ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു പ്രദേശമായിട്ട് ഇന്നും ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുന്നു.